ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ നിങ്ങൾ എങ്ങനെയാ ഫേസ് ചെയ്തത്? 2 മാസമായ പേരൊക്കെ ഇട്ടോ? ഉണ്ണിക്ക് പേരിട്ടിട്ടില്ല. പേരിട്ടില്ല. വീട്ടിൽ വിളിക്കുന്നത് അടുത്ത മാസം കഴിഞ്ഞ് പേരിടും. അമ്മയും അച്ഛനൊക്കെ എന്ത് സുഖമായിരിക്കുന്നോ? എന്താ ബേബിയൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും പിണക്കങ്ങളൊക്കെ എല്ലാവരും മാറിയല്ലേ? പിന്നെ മാറിയിട്ടായിരുന്നു. ഇപ്പം കുഞ്ഞാവെ നോക്കലാണ് മെയിൻ പരിപാടി വീട്ടില്. വർക്കിനൊക്കെ ഇറങ്ങല്ല. വർക്ക് സീരിയലുണ്ടോ? ബ്രൈഡൽ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പം ഇപ്പോഴും വർക്കിന് തുടങ്ങി? ഞാൻ തുടങ്ങി. ഇപ്പൊ ഒരു വർക്ക് കഴിഞ്ഞു, ഇപ്പൊ അടുത്ത വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വികാസേട്ടനെ ഇങ്ങനെയാണോ പരിചയം? മുന്നേ വർക്കിന്റെ ബേസിൽ തന്നെ. പിന്നെ ഞങ്ങള് ഒരേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പൊ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഹോസ്പിറ്റലില്. അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്ത് പരിചയപ്പെട്ടത്. അമ്മയാണോ കുഞ്ഞിനെ നോക്കുന്നത്? അപ്പം ഇപ്പൊ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞിരിക്കുന്നത് ഞാനാണ്. ഇപ്പൊ വർക്കിനാണെന്നുമ്പോ അമ്മ തന്നെ. വീട്ടില് വേറെ മറ്റേ അനിയത്തി ഉണ്ടല്ലോ, അനിയത്തിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സുഖമായിരിക്കുന്നു. പഠിക്കുവാണോ അനിയത്തി? 10th-ലാണല്ലേ? കുഞ്ഞാവയ്ക്ക് അടുത്ത മാസം പേരിടും അല്ലേ? അടുത്ത മാസം പേരിടും. ഹസ്ബൻഡ് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനൊരു ഹോസ്പിറ്റലിന്റെ അഡ്വർടൈസ്മെന്റ് ട്രിവാൻഡ്രത്താണ്. നിങ്ങൾ ശരിക്കും സ്ഥലം തൃശ്ശൂരാണ്. അപ്പൊ പോയി വരുമോ ഡെയിലി? ഇല്ല, വീക്കെൻഡിലെ വരത്തുള്ളൂ. വീക്കെൻഡില്ല, വീട്ടിലിരുന്ന് ചെയ്താൽ മതി. വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ അയച്ചു ചെയ്യും മാത്രം. നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ തോന്നുന്നു? രാവിലെ പിന്നെ എല്ലാം വീഡിയോസ് എടുക്കാൻ പറ്റാ. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ നിങ്ങൾ എങ്ങനെയാ ഫേസ് ചെയ്തത്? അല്ല, അത് ഞങ്ങൾ വലിയ ചെവി കൊടുക്കാറില്ല ഇപ്പോഴായാലും. കാരണം നമ്മളെ കുറിച്ച് ഒന്നും അറിയാത്തവര് പറയുമ്പോൾ നമുക്കൊന്നും അതിനെ കുറിച്ച് പറയാനുള്ള കാര്യമില്ലല്ലോ. പറയണവര് പറയും. അമ്മ വീട്ടില് കയറ്റിയപ്പോഴത്തേക്കും എന്തായിരുന്നു ആ നിമിഷത്തില്? ഭയങ്കര സന്തോഷായിരുന്നു. അമ്മയെ ശരിക്കും മിസ് ചെയ്തോ ആ ടൈമിൽ? അമ്മയെ അച്ഛനൊക്കെ വീട്ടിലെ ഫാമിലിയൊക്കെ അറ്റാച്ച്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് മിസ്സിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാൾ ഫാമിലി എന്നുള്ളൊരു മിസ്സിങ് ആണ്. ഫാമിലി ഒരു ഇതാണല്ലോ. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ആളുടെ വീട്ടിലും കൂടെ ഓക്കെ ആവണം. ആളുടെ വീട്ടില് ഓക്കെ ആയിട്ടില്ല അല്ലേ? സാധാരണ കുഞ്ഞാവ ഉണ്ടായി കഴിയുമ്പോ എല്ലാരും ഓക്കെ ആണെന്നാണല്ലോ. ഒരാളേ ഉള്ളോ? ഒരു മോനുള്ളോ? സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ വിളിക്കാനുണ്ടോ? ആരുമായിട്ടില്ല. അവരോട് എന്തെങ്കിലും പറയാനുണ്ടാവും? മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ കുറെ നോക്കി പറ്റാത്തപ്പം പിന്നെ മാക്സിമം ഒഴിഞ്ഞ് നിൽക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും താങ്ക്സ്. വികാസേനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണല്ലേ പരിചയം? വികാസേനെ എന്തെങ്കിലും വിശ്വസിച്ച് കൊടുക്കാം? കാരണം ചേച്ചി ട്രീറ്റ്മെന്റിൽ വരുമ്പോൾ ഞങ്ങളും ഒരേ സമയത്തായിരുന്നു ഓപ്പോസിറ്റ് റൂമിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ തന്നെ ചേച്ചിക്ക് ഹെൽത്തി ആയിട്ടൊരു ബേബി ഉണ്ടാവട്ടെ എന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥന. കാരണം ഇത്രയും റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാം ഒരു പ്രഗ്നൻസി പീരീഡിൽ എങ്ങനെയാവും എന്നുള്ളത്. എന്തായാലും നല്ലൊരു നിങ്ങൾക്കും ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ട് വരട്ടെ. പിന്നെ അച്ഛനും അമ്മേനൊക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാവരും അന്വേഷിച്ചു. കോസ്റ്റ്യൂം എവിടെ നിന്നാണ്? തന്നെയാണ് ചെയ്തത്? തന്നെയാണോ റെഡി ആയതൊക്കെ? സാരി ഡ്രാപ്പിംഗ് എല്ലാം എവിടെ നിന്നാണ്? എനിക്ക് തോന്നുന്നു ജയലക്ഷ്മി എന്നാണ് തോന്നുന്നു. നമ്മള് ഷൂട്ടിനൊക്കെ ആയിട്ട് മേടിച്ചേക്കുന്നതാണ്. ഇവിടുന്ന് പല സ്ഥലത്തും സാരി ഭ്രാന്തലുണ്ട്. ഇഷ്ടംപോലെ സാരി എടുക്കും. ഭയങ്കര ഭ്രാന്താണ്. നല്ല മാച്ച് ചെയ്തുള്ളൂ. അങ്ങനൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി 2 കാര്യം. അത് മാക്സിമം നല്ലോണം ഞാൻ മേടിക്കാറുണ്ട്. കമ്മല്, മാല. ഇത് അമ്മയുടെ ഷോപ്പിന്റെ മഹാലക്ഷ്മി റെന്റൽ ഷോപ്പ് ഉണ്ട്. അവിടുന്ന് എടുക്കുക, ഇടുക, പോര്. ഷോപ്പല്ലേ, ആവശ്യത്തിന് ഇടും, പിന്നെ റിട്ടേൺ കൊടുക്കും. ഓക്കെ, താങ്ക് യു.